രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കുവാന്ന്. എന്താ ചെയ്യും? എന്നെ കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും. എന്തിനാണ് എനിക്കെതിരെ നിൽക്കാത്തല്ലേ? എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തേ? നിമിഷ ബിജോയുടെ ഒരു ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ രേണുസുധിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞാലാണല്ലോ ഏറ്റവും കൂടുതൽ പ്രശ്നം. നിമിഷ എന്നും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊന്നും യാതൊരു പ്രശ്നവും കാണത്തില്ല, രേണുസുധി കേസും കൊടുക്കാൻ പോകത്തില്ല. അതങ്ങനെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും രേണുസുധിയെ അന്ധമായിട്ട് വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ താഴെ വന്ന് ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള കമൻ്റ് ഇടുന്നു, നിനക്കൊന്നും നാണമില്ലേ, ആ ഒരു പെൺകുട്ടി ജീവിച്ചോട്ടെ എന്നൊക്കെ. എന്നാൽ നിമിഷ ബിജു ഒക്കെ വന്നിരുന്ന് പച്ചയ്ക്ക് ലൈവിൽ വന്നിരുന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്കാരത്തി എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്, എൻ്റെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ തെളിവുകൾ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല എന്ന്. എന്തായാലും നമുക്ക് ആദ്യം ആ ലൈവ് ഒന്ന് കാണാം. അയ്യോ ഒന്നും പറയണ്ട. ഞാൻ ഇത് മനസ്സിലാക്കി ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തൊരു, ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ ഫാമിലി ആയിട്ട് ഞാൻ അത്രയും സപ്പോർട്ട് ചെയ്തതാണ്. അത്രയും സപ്പോർട്ട് ചെയ്ത് പേഴ്സണലി ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും പറയുന്നതിന്റെ ഒറിജിനാലിറ്റി നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അഭിനയമാണെന്ന് നമുക്ക് മനസ്സിലാവും പല കാര്യങ്ങളും. അപ്പോഴാണ് നമ്മൾ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും കാണിക്കുന്നത് അഭിനയമാണെന്ന്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞത്. അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുക, വന്നിരുന്നിട്ട് എന്തോ പറയണ്ട ഫേക്കായിട്ട് വന്നിരുന്ന് കരയുക. ഈ ബിഗ് ബോസിനകത്ത് കാണിച്ചു കൂട്ടി കുറച്ച് പരിപാടിയില്ലേ, അതായത് കൊച്ചുങ്ങളുടെ പേരും പറഞ്ഞുള്ള ഒരു കരച്ചിൽ, അത് പക്കാ നാടകമായിരുന്നു അതൊക്കെ. പുള്ളിക്കാരത്തേക്ക് ബേസിക്കലി ആ ഒരു ഷോയിൽ നിൽക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരത്തേക്ക് പറ്റിയൊരു ഷോ അല്ലെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് നൈസായിട്ട് അവിടെ നിന്ന് ചാടിയത്. അല്ല വേറെ ഒന്നുമല്ല. അല്ലാതെ എനിക്ക് മക്കളെ കാണാത്തതിൻ്റെ പേരിൽ അങ്ങും സങ്കടം അങ്ങ് വിതുമ്പി നിൽക്കുക അങ്ങനെയൊന്നും അല്ല. അതൊക്കെ വെറും തരികിടകളായിരുന്നു. ബോധം വിവരമുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് മനസ്സിലായത്. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന അന്നത്തെ ആ ഒരു വാർഷികത്തിന് പോയപ്പോഴേ, എന്നിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തു. ഞാൻ ഈ ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ സ്വഭാവം എനിക്കില്ലെത്താ. ഞാൻ ഈ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള പൈസകൾ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഹെൽപ്പ് ഞാൻ പലർക്കും ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ സാഹചര്യം മോശമായതുകൊണ്ടാണ് എനിക്ക് ഈ മൈരിനകത്തോട്ട് വന്ന് പെട്ടു പോവേണ്ടി വന്നത്. പിന്നെ അതിൽ നിന്ന് തോറ്റു പോകേണ്ട കാര്യം എനിക്കുണ്ടോ? ഇല്ല. എനിക്ക് എൻ്റെ മക്കളുണ്ട്, എനിക്ക് അവർക്ക് വരുമാന മാർഗമാണ്. അപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ രേണുസുധിയുടെ അടുത്ത് പണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെറ്റർ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് നല്ല രീതിയിൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് അത്യാവശ്യം പൈസയൊക്കെ കിട്ടും, നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചുമ്മാ കുറേ ഗിമിക്ക് കാണിച്ചിട്ട് നാട്ടുകാരെ പൊട്ടന്മാരാക്കാനായിട്ട് നിൽക്കരുത് എന്ന് ഇപ്പോഴും രേണുസുധി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്താണ് പറയുന്നത്. പുള്ളിക്കാരത്തി കാണിക്കുന്ന എല്ലാം പക്ക ഫേക്കാണ്. പല കാര്യങ്ങളും, അതായത് നെഗറ്റീവ് റീച്ച് ഇപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി ശ്രമിക്കുന്നുണ്ട് പല ആംഗിളിൽ നിന്ന്. അത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ അടുത്ത് പുള്ളിക്കാരത്തി വന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പെണ്ണുങ്ങളാകുമ്പോൾ അബോഷനൊക്കെ ആവും, അതിനിപ്പോൾ എന്താ പ്രശ്നമെന്ന്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ വന്ന് പറയുമോ? അതായത് എല്ലാ സ്ത്രീകളും ഇങ്ങനെ അബോഷൻ ചെയ്തുകൊണ്ട് നടക്കുവാണോ? എത്ര പൊട്ടത്തരമാണ് അവർ വന്ന് പറഞ്ഞത്. എന്നിട്ട് അവരത് മാറ്റി പറയാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയണത് ഇവരെയൊന്നും ഒരിക്കലും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കരുത് എന്ന്. ആരും ചോദിക്കുകയല്ല നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അവർ ചോദിക്കുന്ന പൈസയാണ് അല്ലേ. നല്ല അതുപോലെ നമ്മളത് ഉണ്ടാക്കുന്നു, നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നു, നമ്മുടെ കാര്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ആ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഫോണിൽ സംസാരിക്കുന്ന, വീഡിയോ കോൾ വിളിക്കുന്നത് ഒന്ന്, അതേപോലെ സംസാരിക്കുമ്പോൾ വേറൊന്ന്. അത് കൂടെ നിൽക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു വിശിഷ്ട ജന്തു ഉണ്ടല്ലോ, ആ ജന്തുവിനും ഇതൊക്കെ അറിയാം കേട്ടാ. പേരൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ പേര് പറഞ്ഞെന്നും പറഞ്ഞ് ഇനി അത് മതി. അപ്പം ഇവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ, നേരിട്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞുള്ള കാര്യങ്ങൾ, അറിവ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുക. കേട്ടല്ലോ, നേരിട്ട് കണ്ട അനുഭവമാണ് വന്ന് പറയുന്നത്. പല ആൾക്കാരോടെയും വീഡിയോ കോളിൽ സംസാരിക്കുമ്പോൾ ഓരോരോ രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതായത് വളരെ ഫേക്കായിട്ട് ഉള്ള ഒരാളാണ്. പല കാര്യങ്ങളും നേരിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഈ പറയുന്ന രേണുവായിട്ടുള്ള സഹകരണം നിർത്തിയെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും പറയില്ല. നമ്മളിനി എന്തെങ്കിലും പറയാൻ വരുമ്പോഴത്തേക്ക് പറയാം, അയ്യോ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നേ, ആ പെൺകുട്ടിയും മക്കളും ആത്മഹത്യ ചെയ്യുവേ, അല്ലെങ്കിൽ നീയൊക്കെ കൊണ്ടുവന്ന് ചിലവിന് കൊടുക്കടാ എന്നൊക്കെയുള്ള രീതിയിലാണ്. ഞങ്ങളൊന്നും ചിലവിന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് രേണു കാറ് മേടിച്ചതിനകത്തൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരുന്നപ്പോൾ ആ സുധി എന്ന് പറയുന്നൊരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, അവർക്കോ ചെയ്യാൻ പറ്റി, അത് വളരെ നല്ല കാര്യം എന്നാണ് പറഞ്ഞത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഉടായ്പ് കാണിക്കരുത്. അതായത് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടികൾ, കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി റീച്ച് ഒക്കെ ഉണ്ടാക്കുന്നത് അത് ശരിയുള്ള ഒരു ഏർപ്പാടല്ലെന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ നിമിഷയുടെ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തിയൊക്കെ ആ ഒരു കുടുംബമായിട്ട് വളരെ അടുത്ത് സഹകരിച്ചുകൊണ്ട് നടന്ന വ്യക്തിയാണ്. അപ്പം അവർ തന്നെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. കാര്യം നമ്മുടെ ജോലി ഇതാണ്, അത്രേ ഉള്ളൂ. പലരും എന്നോട് പറഞ്ഞു, നീ അവിടെ പോകണ്ടായിരുന്നു, നിനക്ക് പോകേണ്ട ആവശ്യമില്ല, നിനക്ക് നാണമില്ലേ അവളെ പുറകെ നടക്കാൻ എന്നൊക്കെ എന്നോട് പലരും പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല.
കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് ബുള്ളിങ് ഏറ്റൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഏറ്റൊരു വ്യക്തിയായ സ്ഥിതിക്ക് എനിക്കറിയാം ഒരു സോഷ്യൽ മീഡിയ ഒരു പെണ്ണാക്കിടന്ന് അനുഭവിക്കുന്ന ആ ഒരു വേദന. അത് മാത്രമേ ഞാൻ എൻ്റെ മൈൻഡിൽ നോക്കിയുള്ളൂ. ഞങ്ങൾ ഓടി അവിടെ ചെന്ന് ആ സമയത്ത് ഈ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് അലൻ ജോസിനെ കൊണ്ട് ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് പോലും ഞാൻ അവിടെ ഒന്നുമില്ല. അവിടെ ഉണ്ടോ പുറത്ത് ഞാൻ അതിന് മുന്നേ ഞാൻ ഇറങ്ങിയെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അതിനൊന്നും അങ്ങനെ നിൽക്കുന്നൊന്നും ഒരാളൊന്നുമല്ല. ഞാൻ ഇറങ്ങി എൻ്റെ കാര്യം നോക്കി ഞാൻ വരികയും ചെയ്തു പോയിട്ട്. അത്രയും ചേർത്ത് നന്ദിയില്ല. അത്രയും ചേർത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ട് പോലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായത് എനിക്കത് പേഴ്സണലി അത്ര താല്പര്യപ്പെട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ കൊച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു, സുധി മരിച്ച ആ ഒരു ദിവസം ഉണ്ടല്ലോ, അതിന് പറയുന്നത് ആണ്ടെന്ന് കണ്ടല്ലേ പറയുന്നത്. ഓക്കെ, ആ സുധി മരിച്ച ആ ഒരു ദിവസം ഈ അലിൻ ജോസ് എന്ന് പറയുന്ന ഒരു വിവരദോഷിയുണ്ട്, അവനെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിരുന്ന് ഡാൻസ് ഒക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇത് അന്നേ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഇവരുടെ അറിവോടെ കൂടിയിട്ടായിരിക്കും അത് നടന്നിരുന്നത്. ഇപ്പം നിമിഷയുടെ ഈ ഒരു സംസാരം കേട്ടപ്പോഴത്തേക്ക് എനിക്കിപ്പം ബോധ്യപ്പെട്ട് ഒരാളുടെ ഓർമ്മ ദിവസം ഒരാൾക്ക് വന്നിരുന്ന് ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിക്കുന്നത് ശരിയുള്ളൊരു കാര്യമാണോ? അത് തന്നെ തെറ്റല്ലേ? എന്തായാലും കഴിഞ്ഞ് ഇപ്പം പുള്ളിക്കാരത്തി ഇപ്പം ബേസിക്കലി പറഞ്ഞു വരുന്നത് ഈ പുള്ളിക്കാരത്തിയുടെ ക്യാരക്ടറാണ്. അത് നന്ദിയില്ല, ദാനം തന്ന കാര്യത്തിനൊക്കെ തന്നെ കുറ്റം പറയുന്നു എന്നൊക്കെ. രേണുവിൻ്റെ പുതിയൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ലക്ഷ്യം പുതിയൊരു വീട് പണിയുന്നതായിരിക്കും, ഞാൻ പുതിയൊരു വീട് വയ്ക്കുമെന്നൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ 2 മക്കൾക്കും പിന്നെ ഇവർക്കൂടൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാരെല്ലാവരും പൈസ പിരിവിട്ട് ആ ഒരു വീട് വെച്ച് കൊടുത്തത്. അതിനകത്ത് പ്രധാനമായിട്ട് നിന്നത് KHDC ഫിറോസാണ്. പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പുള്ളി പൈസ എടുത്തിട്ടുണ്ട്. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഇത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ടും രേണുവിന് ഇപ്പം പുച്ഛമാണ്. രേണുവിന് ഇപ്പോൾ ആ ഒരു വീട് വേണ്ട, ആ വീട് പൊട്ടിപ്പൊളിയുന്നു. രേണുവിന് അവിടെ കിടക്കുന്നത് നാണക്കേടൊക്കെ ആയിട്ടാണ് മാറുന്നത്. ദാനം നമുക്ക് കിട്ടിയ എന്ത് സാധനമായി കഴിഞ്ഞാലും നമ്മൾ അതിനെ ഒരിക്കലും നിന്ദിക്കാൻ നിൽക്കരുത്. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്നും നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിക്കുക. നിങ്ങൾ കൊണ്ട് നോക്കിക്കോ, നാട്ടുകാർ മൊത്തം നോക്കിക്കോളാൻ പറഞ്ഞു. അവനവൻ്റെ കൊച്ചിനെ ഈ നാട്ടുകാർ മൊത്തം നോക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ എന്തെങ്കിലും സംഭവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ നന്ദി നമ്മൾ എപ്പോഴും കാണിക്കണം. അല്ലാതെ അവരുടെ കെയർ ഓഫിൽ നമ്മൾ ജീവിക്കണമെന്നോ അല്ലാതെ അവരുടെ കെയർ ഓഫിൽ നമ്മൾ കിടക്കണമെന്നോ ഒന്നുമല്ല. നമ്മളൊരു വാക്ക് പറയാം, എനിക്ക് കിട്ടിയല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അതിന് എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ശരിയാക്കണം അല്ലേ? അല്ലെ ആ ഒരു വീട് തന്നതിന് ശരിക്കും മൊത്തം പണി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും മൊത്തം പണി ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു. പിന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഒഴിവായി കേസ് ഇട്ട്. അന്ന് തുടങ്ങി ഇവിടെ കുറച്ച് കുലസ്ത്രീകളുണ്ട്. കുലസ്ത്രീകൾ സിന്ദാബ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്. നടന്നോട്ടെ, നമ്മളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല. അവരായി അവരുടെ കാര്യമായി, എനിക്ക് എൻ്റെ കാര്യമായി എൻ്റെ കാര്യമായിട്ട് ഞാൻ പോകുന്നു. വളരെ കറക്റ്റാണ്. ഇപ്പോഴും കുറേ സ്ത്രീകളുണ്ട് രേണുസുതി എന്തോ ഭയങ്കര സംഭവമാണ്, രേണുസുതി നമ്മൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, രേണുസുതിയാണ് മറ്റേ കേരളത്തിലെ ആദ്യത്തെ വിധവ എന്നൊക്കെ പറഞ്ഞു. ഈ അടുത്ത് മല്ലിക സുകുമാരൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് ലോകത്തെ ആദ്യത്തെ വിധവ ഇവരല്ല എന്നുള്ള രീതിയിൽ. അതായത് ഈ ഒരു അഭിപ്രായം എല്ലാവർക്കും ഉള്ളതാണ്. ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്, അതായത് വിധവകളായിട്ടുള്ള സ്ത്രീകൾ. അവരാരും ഇങ്ങനെയൊക്കെയുള്ള മാർഗ്ഗങ്ങളൊന്നും അല്ല സ്വീകരിക്കുന്നത് മക്കളെ വളർത്താനൊന്നും. ഇപ്പം ഈ മക്കളുടെ പേരും പറഞ്ഞ് കരച്ചിലൊന്നും ഇല്ലേ? ഇപ്പം ദുബായിലും ബഹ്റിനിലൊക്കെ പരിപാടികൾക്ക് ഓടി നടക്കുന്നുണ്ട് രേണുസുതി. അന്നേരം ഈ മക്കളെ ഒന്നും കാണണമെന്നൊന്നും ഇല്ലേ? ബിഗ് ബോസിനകത്ത് കുറച്ച് ദിവസം നിന്നപ്പോഴേ അയ്യോ എൻ്റെ മക്കളെ കാണുമെന്ന് പറഞ്ഞ് കിടന്ന കരച്ചിലായിരുന്നു. മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി രേണുവിനെ പറ്റി കുറ്റം പറയുന്ന ചേച്ചിയുടെ മെയിൻ പരിപാടി. അയ്യോ, അത് ഒരുപാട് പേരുണ്ട് രേണുവിനെ കുറ്റം പറഞ്ഞ് വിറ്റ് തിന്നുന്ന ആൾക്കാർ. ചേച്ചിനെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ചേച്ചിക്ക് പറയാനുള്ള കാര്യം മാത്രമേ ചേച്ചി പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം ചേച്ചി അതിനകത്ത് ഇടപെട്ടിട്ടില്ല കേട്ടാ. ആരായിട്ട് വരും രേണുവിൻ്റെ വകയിലെ? കുഞ്ഞമ്മ, സെറ്റപ്പ്, കാമുകൻ, ഫാമിലിപ്പെട്ട ആരെങ്കിലും ആരായിട്ട് വരും എന്ന് പറഞ്ഞു തരുമോ? PR ലേഡീസ് പവർ ഗ്രൂപ്പ്. ഇവിടെ രേണുവിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു മനുഷ്യർക്കും ജീവിക്കേണ്ട ഗതികേടില്ല. ഈ രേണുവിനെ ഇത്ര റീച്ച് ആക്കിയത് ആരാണ്? ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സാണ് രേണുവിനെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തത്. അപ്പം ഇവിടെ രേണുവിനെ വിറ്റിട്ട് ഇവിടെ നമുക്കാർക്കും ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരത്തി കിടന്ന് കാണിക്കുന്ന കോമാളിത്തരമാണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യർക്കും അങ്ങനെ ജീവിക്കണമെന്നില്ല. ഈ പറയുന്ന നിമിഷയ്ക്കായാലും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഒരിക്കലും ജീവിക്കേണ്ട ഒരു ഗതികേടില്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഓരോരോ പൊട്ടത്തരങ്ങൾ സംസാരിക്കാനും എടുക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് കണ്ടു കഴിഞ്ഞാൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. എനിക്ക് കരഞ്ഞിട്ട് കണ്ണുനീര് പോലും ഒന്നും പോകുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നും രാവിലെ എഴുന്നേറ്റിരുന്ന് ഞാൻ കരയും, ഭയങ്കരമായിട്ട് കരയും. കാരണം രേണുവിൻ്റെ ആ ഒരു വളർച്ച കണ്ടിട്ടേ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയിരിക്കുക. രേണുവിൻ്റെ വളർച്ച കണ്ടിട്ട് ഒരു മനുഷ്യരെ അസൂയപ്പെടുന്നില്ല, നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അവരുടെ ചില കാര്യങ്ങളിനകത്തോട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും വിയോജിപ്പ്. അതവർ തിരുത്തി കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ രേണു രക്ഷപ്പെടുന്നതിനകത്ത് ഇവിടെ ഒരു മനുഷ്യർക്കും കുശുമ്പില്ല. എനിക്ക് കരഞ്ഞിട്ട് കണ്ണുനീര് പോലും ഇപ്പോൾ വരുന്നില്ല, കരഞ്ഞ് തീർന്നിട്ടേ. അല്ലാണ്ട് ഭയങ്കര കടുപ്പ് തന്നെ എനിക്ക്, ഭയങ്കര കുശുമ്പ് മൂത്ത് മുരടിച്ചങ്ങ് ഇരിക്കുക.
എവിടെ നിന്ന് വരുന്നുണ്ട്? ചേച്ചിക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട് മൈ ഫാമിലിയുടെ നിന്ന് ഷെഫിനത്താതിരിക്കുന്നു. അത് രേണുവിടെ വളർച്ച കണ്ടിട്ട് എനിക്ക് അസൂയയും കുശുമ്പും മൂത്തിട്ട് ഞാൻ ഇരിക്കുവാന്ന്. എന്താ ചെയ്യ, എന്നെക്കൊണ്ട് പല കാര്യങ്ങളും എൻ്റെ ഉള്ളിലുണ്ട്. ഞാനതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ ഓടേണ്ടി വരും ആരാണെങ്കിലും. എന്തിനാണ് എനിക്കത് കേട്ടല്ലോ, പല രഹസ്യങ്ങളും കയ്യിലുണ്ട്. അതൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ രേണുസുതി ഉൾപ്പെടെ ഓടേണ്ടി വരും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്താണ് പറയാനുള്ളത്? ഹനാൻ ഇവിടെ അബോഷൻ്റെ ഒരു കേസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തേക്ക് വേണം ഹനാൻ്റെ പേരിൽ കേസ് കൊടുക്കാം, പക്ഷേ അത് ചെയ്തിട്ടില്ല. പുള്ളിക്കാരത്തി എന്താ പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, പക്ഷേ അത് സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നടന്നിട്ടുള്ളത്. ഇതൊക്കെ ആദ്യം തന്നെ ഇൻ്റർവ്യൂവിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? പിന്നെ ഹനാൻ പറഞ്ഞ കാര്യം ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങളൊരു സ്ത്രീയാണ്, ഒരു സ്ത്രീ കാര്യം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ നിങ്ങളെ പറ്റി ഇത്രയും തോന്നിയാസം വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കേസ് കൊടുക്കാം, പക്ഷെ നിങ്ങളത് ചെയ്തിട്ടില്ല. നിൽക്കാത്തല്ലേ? എനിക്ക് വേണ്ടി എന്താണ് സംസാരിക്കാത്തേ? അതുകൊണ്ട് മിണ്ടാതെ നീ വെക്കോ. നീയൊക്കെ പൂവിട്ട് പൂജിക്കോ, വളർത്തോ, ഉളർത്തുവോ, കെട്ടിപ്പിടിക്കോ, ഉമ്മ വെക്കോ, അതൊക്കെ നിന്റെയൊക്കെ ഇഷ്ടം. ആ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈവിലേക്ക് വരാൻ നിൽക്കണ്ട, കേട്ടല്ല? എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ നോക്കിയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഒരാളുടെ കാൽച്ചോട്ടിൽ ഒരാളെ ഞാൻ തന്തയും തല്ലാനും പോയിട്ടില്ല, ഒരാളുടെയും കുറ്റത്തിനും ഞാൻ പോയിട്ടില്ല. എനിക്ക് തന്ന ഒരാളുടെ പേരും പറഞ്ഞ് ഞാൻ ആരെയും തെറി വിളിക്കാനും പോയിട്ടില്ല. ഞാൻ നല്ലപോലെ പണിയെടുത്തിട്ട് നല്ലപോലെ ഈ വായിലെ നാക്കും വെച്ചുകൊണ്ട് എൻ്റെ കഴിവും നോക്കിയിട്ട് ഞാൻ നല്ലപോലെ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത്, കേട്ടല്ല? ഒന്നും പറയാൻ പോകണ്ട. അവർക്കിപ്പോൾ റീച്ചാണ് ലക്ഷ്യമെന്ന് പറയുന്നു. അതെ, വല്ലാത്ത വളർച്ചയാണെന്ന്. അയ്യോ, വല്ലാത്ത എൻ്റെ പൊന്നു ചേച്ചിയൊന്നും പറയണ്ട, ഞാനൊന്നും പറയുന്നില്ല. അലീക്ക ഹായ്. ഞാൻ പറഞ്ഞാലേ കൂടുതലായിപ്പോ. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും രേണുസുതിയുടെ കൂടെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് മുന്നേ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. രേണുവിൻ്റെ കൂടെ സഹകരിച്ച ആളാണ് ഇത്. അത് പ്രത്യേകിച്ച് രേണുവിൻ്റെ കൂടെ മാത്രമല്ല, ഈ പറയുന്ന കൊല്ലം സുധിയുടെ അടുത്തൊരു ക്ലോസ് ഫ്രണ്ടും കൂടിയായിരുന്നു ഈ പറയുന്ന നിമിഷ ബിജു. അവരൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിക്കും. അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണുമെന്നുള്ളൊരു ബോധം ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് വരേണ്ടത്. ഇവിടെ രേണുവിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എല്ലായിടത്തു നിന്ന് മാറ്റി നിർത്തണം എന്നൊന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പക്ഷേ കാണിക്കുന്ന ചില കോമാളി പരിപാടിക്കകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ഇനി കഴിഞ്ഞ ദിവസം രേണു ഒരു ഇനാഗുറേഷന് പോയ സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം ഞാൻ അവിടെ വയ്ക്കാം. അടുത്ത ലക്ഷ്യം വീട് നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യമാണ്. നമുക്ക് എടുക്കണം, വീട് ഉണ്ടാക്കണം. ഇപ്പൊ പെട്ടെന്നൊന്നുമില്ല, അത് എന്തായാലും മേടിക്കണം, ഉണ്ടാക്കണം. ചെറിയൊരു വീട് 2 മുറിയുടെ അടുക്കള എന്തായാലും എങ്ങനെയാണേലും ഞാനത് ചെയ്യും. കുറച്ച് നാളെ ഇപ്പോഴൊന്നും പെട്ടെന്ന് ചെയ്യില്ല. ഇപ്പൊ ഇതിനകത്ത് അടി കമന്റ് വരും, ആ വീട് വേണ്ട രേണു സുധിക്ക്, അടുത്ത പുതിയ വീട്ടിലേക്ക് മാറുവാന്നൊക്കെ പറഞ്ഞു. അന്ന് കഴിഞ്ഞാൽ ഞാൻ മാറത്തില്ല, ഞാൻ അവിടെ സുധിയിലേക്ക് തന്നെ ഇപ്പോഴും കാണും. അത് കുറച്ച് കഴിയണം. അപ്പോൾ രേണുസുധിയുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് കേട്ടല്ലോ, പുതിയൊരു വീട് വെക്കുക, അങ്ങോട്ട് മാറുക. അപ്പം ഈ സുധിലയം എന്ന് പറയുന്നൊരു വീട് ഒരുപാട് പേര് പൈസ ചിലവാക്കി പണിഞ്ഞൊരു വീടാണത്. അപ്പോൾ ആ വീട് ശരിക്കും എന്ത് ചെയ്യും നിങ്ങൾ? ആ വീട് നിങ്ങൾ എന്ത് പൊളിച്ച് കളയോ? ഇത്രയും പേര് ഇവർക്ക് വേണ്ടിയിട്ട് പൈസ ചിലവാക്കി ഒരു മണ്ടന്മാരാക്കുമല്ലേ? ആ വീടിന് ശരിക്കും എന്താണ് പ്രശ്നം? ആ വീട് നിങ്ങൾക്ക് തരിക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് അവരുടെ, അത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പക്ഷേ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? അതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ടാണ് ഇപ്പം നിങ്ങൾ ഒരു പുതിയ വീട് പണിയാനായിട്ട് നടക്കുന്നത്. ആ പുതിയ വീട് പണിയുന്നതിൻ്റെ പകുതി പൈസ നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ ആ വീട് നിങ്ങൾക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. പക്ഷേ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് അവിടെ വാശിയാണ്, നിങ്ങളുടെ ഈഗോയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വീടും വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളേരുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. 15 വർഷം വരെ ആ വീട് വിൽക്കാനോ അല്ലെങ്കിൽ ലോൺ വയ്ക്കാനോ ഒന്നും പറ്റത്തില്ല. ആ രീതിയിലെങ്ങാണ്ട് അതിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ അഹങ്കാരമാണ്, അല്ല വേറെ ഒന്നും അല്ല. ഇനി അടുത്ത വീടും കൂടി പണിയാൻ പോകുവാണ്. കൊള്ളാം. എന്തായാലും ജനങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരാക്കുവാണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. പണ്ട് രേണുസുധി വന്നിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു സീനുണ്ട്. പഴയ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വാടക പോലും കൊടുക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന ഒരു സീൻ. അതൊന്നും മറന്നു പോകാതിരുന്ന് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.